ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹം ദയയും സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज के यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता എൻ്റെ പേര് ഹരീഷ ഇതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഹരിയാനയിൽ ഫരീദാബാദിൽ, ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിൻ്റെ എല്ലാ വർക്കുകൾക്കും മിനിസ്ട്രിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങേ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद में जो हरियाणा स्टेट में पड़ता है वहाँ मिलके हम सेवकाई करते हैं. मैं आपसे अनुरोध करता हूँ कि आप मेरे लिए, मेरे परिवार के लिए और सेवकाई के लिए लगातार प्रार्थना करते रहें. നമ്മൾ പലപ്പോഴും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വചനത്തിൽ കൂടെ. ഇന്നത്തെ വചനം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:30 ഹാർവസ്റ്റിൽ കൂടെ ഈ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷവും ഇതിൽ നിന്ന് വീണ്ടും പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ഈ താഴെ തന്നിരിക്കുന്ന നമ്പർ 9711876717 അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും, ആ യൂട്യൂബിൽ കൂടെ ആ ലിങ്ക്. और जैसे आज का वचन सुनने से पहले या वचन में जाने से पहले कुछ चीज़ें मैं आपको बताना चाहता हूँ कि आप जैसे हर फ्राइडे, हर शुक्रवार को सुबह 7:30 बजे यीशु में समृद्धि का जो एपिसोड है वो टेलीकास्ट किया जाता है. अगर किसी दिन आपने मिस कर दिया, आप नहीं देख पाए, तो नीचे जो दिए गए नंबर है 9711876717, आप उस पर एक व्हाट्सअप कर सकते हैं और हम आपको यूट्यूब का लिंक जो है, मैसेज का यूट्यूब लिंक जो है वो आपको भेज सकते हैं. ഇന്നത്തെ എപ്പിസോഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടി സ്പെഷ്യലി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ഇവാഞ്ചലിസം വർക്കിന് വേണ്ടി. ഞങ്ങളുടെ ചർച്ച സ്ട്രീറ്റ് ഇവാഞ്ചലിസം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 300-400 പേരിന് മേളിൽ ഞങ്ങൾ പാംഫ്ലെറ്റ്സും ട്രാക്സും കൊടുക്കുന്നു. ചർച്ചിൽ പലരും വരുന്നു. അപ്പം നമ്മുടെ ഇവാഞ്ചലിസം ടീമുണ്ട്. ഞങ്ങൾ പോയി നിരത്തുകളിൽ നിന്ന്, ജംഗ്ഷനുകളിൽ നിന്ന്, മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന്, ആളുകൾ താമസിക്കുന്നിടത്ത് നിന്ന്, ഷോപ്പിംഗ് മോളുകളുടെ പുറത്ത് നിന്ന്, ഇതെല്ലാം സ്ട്രീറ്റ് ഇവാഞ്ചലിസം ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒത്തിരി പേര് കർത്താവിനെ അറിയുന്നു, പലരും ദൈവത്തിലേക്ക് വരുന്നു. ഒപ്പോസിഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ സ്ട്രീറ്റ് ഇവാഞ്ചലിസം കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ചർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. സോ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്ക് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്ന, അതിലേക്ക് എല്ലാ മാസവും പാംഫ്ലെറ്റിന് വേണ്ടിയിട്ട്, സ്ട്രീറ്റ് ഇവാഞ്ചലിസിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ചാരിറ്റി വർക്കുകൾക്ക് വേണ്ടി അയച്ചു തരുന്ന ലീന മാമനെയും കുടുംബത്തെയും ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ ദിവസം കർത്താവ് ലീന മാമനെയും കുടുംബത്തെയും, അവരുടെ മിനിസ്ട്രി, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, മക്കളും, ലോകം മുഴുവനുള്ള അവരുടെ മക്കളെയും എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് ഇനിയും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അനുഗ്രഹങ്ങളോടെയും ദൈവയുടെ സാമർത്ഥ്യത്തോടെ ആ കുടുംബം മുന്നോട്ട് പോകട്ടെ. കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. जैसे आप जानते हैं, अगर आप एपिसोड लगातार देखते हैं तो हमारी कलीसिया जो है डेली हम गलियों में जाके सुसमाचार फैलाते हैं. सुसमाचार कैसे? जो कलीसिया के पैम्फलेट्स है और ट्रैक्स है वो जाके जो टीम है वो कम से कम 300-400 लोगों को हम डेली सुसमाचार फैलाते हैं. तो गलियों में जाते हैं, नगरों में जाते हैं, बस स्टैंड के बाहर, झुग्गी झोपड़ियों में जाके, वहाँ जाके लोगों को प्रभु यीशु मसीह के बारे में बताते हैं और वो इन्वाइट करते हैं कलीसिया में. सो मैं चाहता हूँ कि जैसे डेली हमारा इवेंजलिज्म होता है तो आप भी हमारे साथ इस इवेंजलिज्म के लिए आप पार्टनरशिप कर सकते हैं और परमेश्वर आपको आशीष देगा. ഇന്നത്തെ സഭ, ഇന്നത്തെ ഈ വേർഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കേരളത്തിലെ സഭയോട് സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം പലപ്പോഴും ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരിതാണ്, കേരളത്തിലെ ആരെങ്കിലും പാസ്റ്റർമാരോ അല്ലെങ്കിൽ ദൈവദാസന്മാരോ എന്തെങ്കിലും പറഞ്ഞാലോ അതിൻ്റെ മെസ്സേജുകൾ കട്ട് ചെയ്ത് അതൊരു വലിയ ലെവലിലാക്കി, അവർ പറയുന്ന മെസ്സേജുകൾ മനസ്സിലാകാത്ത അവരെ കളിയാക്കുക, ട്രോളിറക്കുക, മീംസ് ഇറക്കുക, അവരെ ചീത്ത വിളിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഞാൻ കണ്ടുവരുന്നുണ്ട്. അത് വലിയ കൂടുതലാണ്, ഏറ്റവും വലിയ കൂടുതൽ. കാരണം ഇതൊക്കെ നമ്മൾ സമയം വേസ്റ്റ്, പിശാചിൻ്റെ പണികളാണ് ഇതൊക്കെ. നമ്മൾ ദൈവം കർത്താവ് നമ്മളോട് പറയുന്നത് തന്നെ ക്ഷമിക്കണം. സോ ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക. തെറ്റ് ചെയ്തെങ്കിൽ നമുക്കായിരിക്കും ചിലപ്പോൾ തെറ്റ് പോകുന്നത്, ചിലപ്പോൾ നമുക്ക് മുഴുവൻ കഥയും അറിയാതെ അല്ലെങ്കിൽ മുഴുവൻ വീഡിയോയും കാണാൻ നമ്മൾ പലപ്പോഴും പറയുന്നതായിരിക്കും. ഇപ്പം ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നു പാസ്റ്റർ ടിനു ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കാരണം അദ്ദേഹത്തിനെ ഒത്തിരി ഞാൻ അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഇതുവരെ കൊല്ലത്തോ കൊട്ടാരക്കരയിലോ പോയി കാണാൻ പറ്റും. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലാണ്, ഹരിയാനയിലാണ് ഞങ്ങളുടെ മിഷനും സേവകയും സർവിങ്ങും എല്ലാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അദ്ദേഹം കർത്താവിന് വേണ്ടി ഒത്തിരി ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വലിയ ബിൽഡിങ്, സഭകൾ പണിയാൻ പോകുന്ന ഒരു മനുഷ്യനാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മൾ പലരും ഈ വലിയ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചീത്ത വിളിക്കുന്നവരെ കൊണ്ട് അവരും അവരുടെ അപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടെ കൂട്ടി ഒരാത്മാവിനെ പോലും നേടി കാണത്തില്ല, ഒരാൾക്ക് പോലും സ്നാനം കൊടുത്ത് കാണത്തില്ല. ഈ പലപ്പോഴും ചീത്ത വിളിക്കുന്ന ആളുകൾ നമ്മൾ അറിയാമല്ലോ, എപ്പോഴും
അവർ ആത്മാക്കളെ നേടുന്നതാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. കർത്താവ് പറഞ്ഞതിനെ ക്ഷമിക്കുക. ആരും ചെയ്ത തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ശരിയുടെ കാര്യമല്ല പറയുന്നത്. അത് ക്ഷമിക്കുക, ഒന്ന് അനുഗ്രഹിച്ചു വിടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. अതാണ് നമ്മുടെ ലക്ഷ്യം. और अक्सर मैंने इस समय जब संदेश पे जाने से पहले मैं केरला के सब जो विश्वासी हैं उनसे मेरा एक निवेदन है। मैं आजकल यूट्यूब में या अलग-अलग चीज़ों में हम देखते हैं कि पास्टरों के बारे में हम बहुत कुछ बोलते हैं, उनका मज़ाक उड़ाते हैं और अलग-अलग चैनल्स में उन्होंने कुछ बोला तो इधर से उधर से काट के उनका मज़ाक उड़ाते हैं, उनके लिए रील्स बनाते हैं। यूट्यूब के द्वारा, फेसबुक, अलग-अलग सोशल मीडिया के द्वारा हम उनका मज़ाक उड़ाना शुरू कर देते हैं। सो हमने परमेश्वर के किसी भी दास के खिलाफ ऐसे काम नहीं करना है और परमेश्वर का वचन भी हमें सिखाता है कि किसी ने अगर गलत किया उनको माफ़ कर दो और छोड़ दो। मैं ये नहीं कहता कि उन्होंने गलत किया, हो सकता है गलती हमारी ओर से हो रही है कि उन्होंने कुछ ऐसा कहा नहीं, बट हम किसी और के कहने में जाके हम उनके खिलाफ बोल रहे हैं, हमारी तरफ से भी गलती हो सकती है। सो हमने क्षमा करना है, हमने आगे बढ़ना है और ये शैतान का बहुत ही बड़ा योजना है। हमारा जो फोकस है, हमारा जो केंद्र जिस चीज़ के लिए परमेश्वर ने हमें बुलाया है उसमें से हटा के हमारा फोकस इधर उधर लेके जाने के लिए ये शत्रु की बहुत ही बड़ी योजना है। इस समय मैं पास्टर टीनू जॉर्ज के लिए प्रार्थना करना चाहता हूँ। मैं कभी उनसे मिला नहीं, एक आध बार मैंने उनके वीडियोस देखे हैं, बट मैं उनके बारे में ज़्यादा नहीं जानता हूँ। बट मैं ये जानता हूँ परमेश्वर के एक बहुत बड़े दास हैं जो रूहों को बचाने के लिए परमेश्वर के लिए अपना जीवन उन्होंने दिया, कलीसियाओं को स्थापना करने के लिए अपना जीवन उन्होंने सैक्रिफाइस किया है। और बहुत सारे लोग जो उनके खिलाफ मजाक उड़ाते हैं, हो सकता है उनके द्वारा, उनके खानदानों के द्वारा एक आत्मा भी नहीं बचा होगा, बट उनके द्वारा परमेश्वर ने बहुत बड़े कार्यों को किया है। सो इस टाइम हम उनके लिए प्रार्थना करना चाहते हैं और मैं विश्वासी को ये बोलना चाहता हूँ कि आप भी उनके लिए प्रार्थना करें और मजाक ना उड़ाएं, बट परमेश्वर के काम को आगे जाने दें। ഞാൻ പലപ്പോഴും ആളുകൾ അറിയാതെ ശാപങ്ങളെ വിളിച്ചു വരുത്തും. പല ആളുകൾ വിചാരിക്കുന്ന പുതിയ നിയമത്തിൽ ശാപങ്ങളില്ലെന്നാണ്. ബൈബിളിൽ എബ്രഹാം പറഞ്ഞിരിക്കുന്ന ആ പ്രോമിസ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, അത് ഇന്നും നിലനിൽക്കുന്നതാണ്. അതും ഒരു പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് മാത്രമേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്ന കാരണം, ഞാൻ വിശ്വാസിയായി അനുഗ്രഹിക്കപ്പെട്ട് ഒത്തിരി ലെവലിലോട്ട് പോയി. പക്ഷെ ഞാനൊരു പാസ്റ്ററിനെതിരെ വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ഞാൻ നശിപ്പിക്കാൻ നോക്കി. ഞാൻ ആ ഏരിയയിൽ ശാപങ്ങൾ മേടിച്ചു. നല്ലോണം നടന്ന ബിസിനസ്സും എല്ലാം നശിച്ചു. 2-3 വർഷക്കാലം ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ പോയി. പിന്നെ ഒരു സമയത്ത് പ്രാർത്ഥനയിൽ ഇരുന്ന സമയത്താണ് ദൈവാത്മാവ് എല്ലാം റിവീൽ ചെയ്തത്. സോ ഇത് അനുഭവിച്ച ഒരാളാണ് പാസ്റ്ററെ. അല്ലെങ്കിൽ അന്ന് ഞാനൊരു വിശ്വാസിയായിരുന്നു, ദൈവദാസനല്ലായിരുന്നു. കാരണം എനിക്ക് ആ വചനം മനസ്സിലായി തുടങ്ങി. ബൈബിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ദാവീദ്, കിങ് ഡേവിഡ് ഷൗലിന്, കിങ് സോളിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അവൻ്റെ മേളിൽ നിന്ന് കൈ മാറ്റി, രാജാവിൻ്റെ പദവിയിൽ നിന്ന് ദൈവം മാറ്റി. അപ്പോഴും കിങ് ഡേവിഡ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞില്ല. കാരണം പറഞ്ഞ അഭിഷിക്തനെതിരെ ഞാൻ എങ്ങനെ കൈ ഉയർത്തുന്നതെന്ന്. അതുകൊണ്ടാണ് ഡേവിഡിൻ്റെ കിങ്ഡം നശിക്കാതെ എസ്റ്റാബ്ലിഷ് ആയി പോയത്. ഞാൻ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് തോമസ് കുട്ടി ബ്രദർ പാസ്റ്റർ പറഞ്ഞ് ഞാൻ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനിന്ന് ഷെയർ ചെയ്യാം. കാരണം ഇത് ഇന്നത്തെ മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുന്നത് ദൈവജനങ്ങൾ, മക്കൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. और कई बार जो है हम परमेश्वर के में आने के बाद भी कुछ श्राप तो हम ऐसे ही यूं ही ले लेते हैं। वो कैसे होता है? जब हम किसी भी अभिषिक्त व्यक्ति के खिलाफ बोलते हैं, उनका मजाक उड़ाते हैं, उनके बारे में कुछ कहते हैं, तो हमने वैसे ही श्राप ले लिया। क्योंकि परमेश्वर ने अब्राहम के साथ एक वाचा बांधा था कि जो भी तुझे आशीष देगा मैं उसको आशीष दूंगा, और जो तुझे श्राप देगा उसको मैं श्रापित करूंगा। और हम भी अब्राहम की ही संतान है। जो कोई हमें ब्लेस करता है वो भी आशीषित हो जाता है, और जो कोई हमें श्राप देता है वो श्रापित हो जाता है। वो परमेश्वर के वचन से हमने सीखा है। सो हमें किसी भी परमेश्वर के दास के खिलाफ जाके बात नहीं करना। वो क्या कर रहे हैं, क्या नहीं कर रहे हैं, उसमें हमें उनसे कोई मतलब नहीं है। तो उनके खिलाफ जाके हमने कार्य नहीं करना। और ऐसा करते हैं तो हम जाने अनजाने में कुछ श्राप जो हम बुला लेते हैं अपने जीवन में, अपने पीढ़ियों के लिए हम श्राप को इन्वाइट कर देते हैं। आप जानते हैं कि बाइबल में जब राजा दाऊद के विषय में आप पढ़ते हैं, दाऊद राजा को एक चीज हमें समझ आ गया था कि वो जो है अभिषिक्त के खिलाफ कुछ भी कर नहीं सकता था। इसीलिए दाऊद राजा के पास मौका था साउल को मारने का, फिर भी उसने हाथ नहीं उठाया, उसने मारा नहीं। और उसी प्रकार मुझे याद आ रहा है कि पास्टर थॉमस कुटी ब्रदर जो है, उन्होंने एक चीज़, जब वो कॉन्फ्रेंस में आए थे, एक चीज़ उन्होंने हमें सिखाया जो मुझे अभी याद आ रहा है। आज का वचन बहुत ही महत्वपूर्ण है, बट वचन जाने से पहले पवित्र आत्मा की अगुवाई ने मुझे बताया कि मैं आपसे ये चीज़ शेयर करूं। ये सीख के हम आज वचन में जाएंगे। തോമസ് കുട്ടി ബ്രദർ ഒരു പ്രാവശ്യം ഞാനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം എന്തോ ഒരു സഭാ ബഹളത്തിൽ, പൊളിറ്റിക്സിൽ, സഭയുടെ വിഷയത്തിൽ വീട്ടിൽ നിന്ന്
ബഹളം ഉണ്ടാക്കാനായിട്ട്, പാസ്റ്ററിനെതിരെ അല്ലെങ്കിൽ ആ സഭയിൽ ബഹളം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ടിറങ്ങിയ സമയത്ത് വൈഫ് കൊച്ചിനെ ഉയർത്ത് കാട്ടിയിട്ട് കൊച്ചിനെ എടുത്ത് മുന്നോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇത്രയും ശാപങ്ങൾ ഓൾറെഡി വീട്ടിലുണ്ട്, ഇനിയും ശാപങ്ങളെ വിളിച്ചു വരുത്തണോ? ഞാനും എൻ്റെ മക്കളും നിങ്ങളും ഒക്കെ ഇനി ശാപത്തിൻ്റെ അടിയിലാണോ? ആ സ്ത്രീ അങ്ങനെ ചോദിച്ചതിൻ്റെ പുറകിലെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ തോമസ് കുട്ടി ബ്രദറിൻ്റെ, പാസ്റ്റർ തങ്കുവിൻ്റെയും പാസ്റ്റർ തോമസ് കുട്ടി ബ്രദറിനെ എല്ലാം കേരളവും ലോകവും അറിയുന്ന ദൈവദാസന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ വലുതാകുന്നില്ല, അല്ലെങ്കിൽ തോമസ് കുട്ടി ബ്രദർ പാസ്റ്റർ തങ്കുവായിട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം. ഇവരുടെ കുടുംബത്തിൽ പണ്ട് സഭാ തർക്കത്തിൻ്റെ ഇടയിൽ അവരുടെ അപ്പനപ്പന്മാരൊക്കെ സഭകൾക്കെതിരെ നിന്നു. ഒരാളുടെ കിഡ്നി നശിച്ചു കിടക്കുന്നു, ഒരാൾ പട്ടിണിയും പരിവട്ടവും പ്രശ്നങ്ങളുമായിട്ട് കിടക്കുന്നു. ഓൾറെഡി പല പല ക്രിസ്തീയ കുടുംബങ്ങളും ഇന്നത്തെ സമയത്ത് തകർന്നിരിക്കുന്നതിനുള്ള ഒരു മേജർ കാര്യം, അവർ സഭയിൽ ദൈവത്തിനെ ആരാധിക്കാനല്ല പോകുന്ന, പലരും പൊളിറ്റിക്സിനും പലരും സ്ഥാനമാനങ്ങൾക്കും ചീത്ത വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സോ ബെസ്റ്റ് അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള വഴി എന്ന് വെച്ചാൽ പുറകോട്ട് മാറുക, ആ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സമാധാനം കൊണ്ടുവരിക. അത് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ലൈഫിൽ നിന്ന് പഠിപ്പിക്കുന്നതിന്റെ കാരണം, ഇന്ന് അനുഗ്രഹത്തിൽ നിൽക്കുന്നതിന്റെ കാരണം ഒരു ദൈവദാസനെതിരെയും പറയത്തില്ല. തെറ്റ് ചെയ്യാത്തവരാരുമില്ല ലോകത്ത്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചും ഇല്ല. പെർഫെക്റ്റ് എന്ന് പറയുന്നത് യേശു കർത്താവല്ലാതെ ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനോ പെർഫെക്റ്റ് ആയിട്ടുള്ള ചർച്ചോ ഇല്ല. എക്സാമ്പിൾ, ഒരു ചർച്ച് പെർഫെക്റ്റ് ചർച്ച് ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ ആ ചർച്ച് ഇംപെർഫെക്റ്റ് ആകും. കാരണം നിങ്ങൾ പെർഫെക്റ്റ് അല്ല, നിങ്ങൾ ചെന്നപ്പോൾ ആ സഭ ഇംപെർഫെക്റ്റ് ആയി. സോ ഞാനും നിങ്ങളും എല്ലാം ഇംപെർഫെക്റ്റ് ആയിട്ടാണ്. നമ്മൾ ഒരിക്കലും ശുദ്ധരാണ്, പക്ഷേ ഇംപെർഫെക്റ്റ്, ആ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക, ജഡ്ജ് ചെയ്യാതിരിക്കുക, അനുഗ്രഹിക്കുക. ദൈവമാണ് ഒരാളെ ഉയർത്തുന്നത്. ബൈബിൾ എഴുതിയിരിക്കുന്നത്, അൺലെസ് ഇറ്റ് ഈസ് ഗിവൻ ഫ്രം ദ ലോർഡ് യു കാൺട്ട് ഹാവ് എനിത്തിങ്. ഒരാൾക്ക് ദൈവം കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഒരു വലിയ സഭ, 4000-2000 പേര് ഇരിക്കുന്ന സഭയിൽ ആ 2000 പേരെ കർത്താവ് കൊടുത്താൽ അല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. നമ്മൾ അറിയാം, ചില പാസ്റ്റർമാരുണ്ട് ജീവിതത്തിൽ ഒരാളെ പോലും നേടാത്ത പാസ്റ്റർമാരുണ്ട്, ഒരു സ്നാനം പോലും കൊടുക്കാൻ പറ്റാത്ത പാസ്റ്റർമാരുണ്ട്. അവരും പ്രാർത്ഥിക്കുന്നു, അവരും പ്രീച്ച് ചെയ്യുന്നു, പക്ഷെ അവരെ കൊണ്ടത് പറ്റുന്നില്ല. കാരണം ദൈവം അത് അപ്രൂവ് ചെയ്തില്ല. ചില സമയത്ത് ചിലരുണ്ട് ഒത്തിരി കാര്യം ദൈവം അപ്രൂവ് ചെയ്ത. സോ ദൈവത്തിന്റെ ദാസനെ അൺടു ഹിം, അദ്ദേഹം ഈ കാണുന്നവരെല്ലാം വർക്ക് ചെയ്യുന്ന ദൈവത്തിന് വേണ്ടിയിട്ടാണ്. സോ ദൈവം മാസ്റ്റർ ആയിട്ടുള്ള ബോസ് ആയിട്ടുള്ള പുള്ളി അടിക്കട്ടെ, പുള്ളി മനസ്സിലാക്കട്ടെ, അദ്ദേഹം ചെയ്യട്ടെ ആ കാര്യങ്ങളൊക്കെ. നമ്മൾ ആ ജഡ്ജിന്റെ കസേരയിലോട്ട് പോയിരിക്കരുത്. നമ്മൾ നമ്മുടെ ജീവിതവും മിനിസ്ട്രിയും പ്രീച്ചിങ്ങുമായിട്ട് മുന്നോട്ട് പോവുക. ദൈവത്തിന് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം എല്ലാ ദിവസവും കൊണ്ടുവരാൻ അറിയാം, മഴ സമയത്ത് കൊണ്ടുവരാൻ അറിയാം, സമുദ്രങ്ങൾ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആകാശത്തിൽ കോടാനുകൂടി താരാഗണങ്ങളെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ശരിയാക്കാനോ നേരെയോ നടത്താനോ ഒക്കെ ദൈവത്തിന് അറിയാം. സോ ദൈവത്തിന്റെ ആ ഡിവിനിറ്റിയിൽ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ആമേൻ. ഇന്ന് ഇൻട്രൊഡക്ഷൻ കുറച്ച് കൂടുതലായി, പക്ഷെ എനിക്കിതൊന്നും പറയണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ അത് ഷെയർ ചെയ്യുകയാണ്. സോ പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. എല്ലാവരും അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ഇന്ന് രണ്ടാമത്തെ രാജാവിൽ നിന്ന് 2 കിങ്സിന്റെ 5:1 മുതൽ 19 വരെയുള്ള വചനങ്ങളൊന്ന് പഠിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിൽ 3 അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നു തന്റെ യജമാനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാം എന്ന് ആരാം രാജാവ് പറഞ്ഞു. आज का वचन जो है हम दूसरे राजा 5 का पूरा 1 से लेकर 19 तक आप पढ़ेंगे, बट उसका 3 मैं पढ़ना चाहूंगा. उसने अपनी स्वामिनी से कहा, यदि मेरा स्वामी शोमरोन के भविष्यवक्ता के पास होता तो क्या ही अच्छा होता, क्योंकि वह उसका कोढ़ से चंगा कर देता. അതിന്റെ ഇത് ഒത്തിരി 19 വചനങ്ങളുണ്ട്. നിങ്ങളൊന്ന് ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നത് നല്ലതായിരുന്നു. രണ്ടാമത്തെ രാജാവിന്റെ 5-ാമത്തെ അധ്യായം 1 മുതൽ 19. അതിൽ നമാൻ എന്ന് പറഞ്ഞു വലിയൊരു സേനാപതിക്ക് കുഷ്ഠരോഗമായി. കുഷ്ഠരോഗം വന്നാൽ അറിയാമല്ലോ, അവർ എത്ര സേനാപതിയാണേലും വലിയ വലിയ ആളുകളാണേലും അവർക്ക് അവരുടെ കസേരയും അവരുടെ ആ പൊസിഷനും എല്ലാം വിട്ട് വേറൊരിടത്തും മാറി താമസിക്കണം. ഞങ്ങൾ താമസിക്കുന്ന ഫരീദാബാദിൽ കോടി കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കോടി കോളനി എന്ന് വെച്ചാൽ പണ്ട് കോടെന്ന് വെച്ചാൽ കുഷ്ഠം, ഹിന്ദിയിൽ പറയുന്നതാണ് കോഡ്. സോ കുഷ്ഠരോഗം വരുന്നവരെ എല്ലാം ആ സ്ഥലത്ത് കൊണ്ടിടുമായിരുന്നു. കാരണം കുഷ്ഠരോഗം വന്നാൽ അത് പകരാൻ ചാൻസ് ഉള്ളത് കാരണം രാജാവാണേലും പ്രജയാണേലും ആർക്ക് വന്നോ അവരെല്ലാം എടുത്തും മാറ്റിയിടും. ഇത് ഒരു 10, 30, 40 വർഷം മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. സോ അയാളുടെ ലൈഫിലും അനുഗ്രഹങ്ങൾ പോകാൻ പോകായിരുന്നു. കുഷ്ഠം വരാൻ തുടങ്ങി. സോ വീട്ടിൽ പണി ചെയ്ത ഒരു പെണ്ണ്, അവര് ഒരു രാജ്യത്തിൽ നിന്ന്, യഹോവയുടെ ആരാധന നടക്കുന്ന ഇസ്രായേലിലെ ആ ദേശത്തു നിന്ന് വിളിച്ചോണ്ട് അവര് യുദ്ധത്തിൽ ജയിച്ച് അവിടുന്ന് പിടിച്ചോണ്ട് വന്ന പെണ്ണാ. വീട്ടിൽ പണിക്കാരിയാ, ജോലിക്കാരിയാ, പാത്രം തുടക്കുമായിരിക്കും, നിലം കഴുകുമായിരിക്കും, മേഡത്തിന്റെ കൂടെ എന്ന് വെച്ചാൽ ഈ നമാന്റെ വൈഫിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പെണ്ണാ. അപ്പം ഒരു ദിവസം ചിലപ്പം അവര് എന്താ പറയുന്ന സബ്ജി അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പെണ്ണിങ്ങനെ മേഡത്തിനോട് പറഞ്ഞു, മേഡം നമ്മുടെ നമാന്റെ കാര്യം കഷ്ടമാണ്,
അവർ ഞങ്ങളുടെ രാജ്യത്തായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഒരു പ്രോഫറ്റ് ഉണ്ട്, ഒരു ഭവിഷ്യവക്താവുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, പുള്ളി ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ, അവരുടെ ഹീലിംഗ് സർവീസിൽ ഒന്ന് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഗുണകരമായിരുന്നു. ഇത് പോയി വൈഫ് പോയി ഹസ്ബൻഡ് നമാനോട് പറഞ്ഞു. സ്റ്റോറി എന്ന് വെച്ചാൽ നമാൻ ആ ദേശത്ത് പോയി, അവിടെ ഭവിഷ്യവക്താവ് പറഞ്ഞതുപോലെ 7 പ്രാവശ്യം യർദൻ നദിയിൽ പോയി മുങ്ങിക്കുളിച്ചു. തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം നല്ല ഹീലായി. അദ്ദേഹത്തിൻ്റെ സ്കിൻ അല്ലെന്നുണ്ടെങ്കിൽ ത്വക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ബൂട്ട് നല്ല പുതിയ സോഫ്റ്റ് ത്വക്കായി. അദ്ദേഹം കംപ്ലീറ്റ്ലി ഹീൽഡായി. അതാണ് ഇതിനകത്തുള്ള സ്റ്റോറി. പക്ഷേ ഇനി ആ മെസ്സേജ് എന്താണ് ഷെയർ ചെയ്യുന്നതെന്ന് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം പറയാം. जैसे ये वचन है जो दूसरा राजा 5:1 से लेकर 19 तक, अगर आप बाइबल के साथ बैठेंगे तो बहुत ही अच्छी बात होगी और आप पढ़ना शुरू करेंगे. उसमें जो है नमान के बारे में लिखा है. नमान एक सेनापति था, बट उसके विषय में जो लिखा है वो बहुत ही शूरवीर था, बहादुर था, बट उसके शरीर में एक दिक्कत था कि वो कोढ़ी था. कोढ़ आप जानते हैं कि जैसे हर सिविलाइजेशन में जिसको कोढ़ हो जाता था उसको उस शहर से बाहर निकाल दिया जाता था. उसको अपने पोजीशन से, चाहे कितना भी अमीर क्यों ना हो, उसको उस जगह से छोड़ के उसको एक अलग जगह में जो बिल्कुल ही अलग होता था वहाँ उसको रख दिया जाता था. जैसे हम जहाँ फरीदाबाद में भी एक कॉलोनी है जिसको कोढ़ी कॉलोनी कहते हैं. वहाँ पे बहुत साल पहले जैसे लोगों को जब कोढ़ हो जाता था सबको उठा के उसी कॉलोनी में डाल देते, और आज भी उसका नाम कोढ़ी कॉलोनी है. और बहुत सारे जगह में हम जानते 30 या 40 साल पुरानी हम बातों को उठाएंगे तो जिसको भी ऐसी बीमारियां होती थी उनको बाकी लोगों से अलग कर दिया जाता था, क्योंकि कोढ़ जो था वो फैलता था, इसीलिए दूसरों को में वो ना फैले, इसीलिए उस व्यक्ति को अलग कर दिया जाता था. बट नमान जो सेनापति था वो भी एक कोढ़ी था, और उसके घर में एक लड़की काम करती थी. और मुझे लगता है कि वो लड़की जो है नमान की वाइफ की जो सेवक होगी, और घर की जो दिनचर्या होती थी उसमें वो उसको मदद करती होगी, सब्जी काटने में, कपड़े धोने में, झाड़ू पोंछा करने में वो लड़की मदद करती होगी. और एक दिन हो सकता है कि जब वो सब्जी काट रहे होंगे तो उस लड़की ने अपनी स्वामिनी के बोला कि स्वामिनी, अगर मेरे जो बॉस है, जो मालिक है, उनको कोढ़ है, बट अगर वो मेरे राज्य में, मेरे देश में होते तो वहाँ पे एक भविष्यवक्ता है, वो परमेश्वर का हाथ उनके ऊपर बहुत भारी रूप से है और वो बहुत चंगाई को करते हैं. अगर नमान भी वहाँ चले जाते तो वो भी चंगे हो जाते. और वाइफ ने जाके नमान को बोला कि कैसे से बात है. वो लड़की ने बताया कि आप वहाँ पे जाएंगे, उस भविष्यवक्ता से अगर मिलेंगे, उनके द्वारा प्रार्थना की जाएगी, ले हैंड किया जाएगा तो आप चंगे हो जाओगे. और नमान ने भी उसकी बात, पत्नी की बात सुन के नमान भविष्यवक्ता से मिलने गया. भविष्यवक्ता ने उसको कुछ चीज़ बोला. वो बोला यर्दन नदी में जाके 7 बार तू डुबकी मारने के बाद तू चंगा हो जाएगा. और नमान ने वैसा ही किया. उसने जाके 7 बार डुबकी मारा. 7वीं बार जब वो उठा उसका रोग चंगा हो गया था. कोढ़ जो है छोड़ के जा चुका था. उसका जो शरीर है, उसका जो स्किन था वो बच्चों के समान हो गया था. सो ये पूरा जो है ये घटना हुई. अब इसके बीच में से जो संदेश है वो मैं आपको आज बताऊंगा. നമാന് തിരിച്ച് വീട്ടിൽ ചെന്ന സമയത്ത്, കാരണം നമാന് എലൈഷ പ്രോഫറ്റിന് വേണ്ടിയിട്ട് തന്നെ ഒത്തിരി കിലോ കണക്കിന് സ്വർണവും തുണിയും പൈസയുമായിട്ട് വന്നു. അദ്ദേഹം അത് മേടിച്ചില്ല, അസോസിയേറ്റ് പാസ്റ്റർ മേടിച്ചു. ആ കോഡൊക്കെ ആയി. കാരണം ചില അസോസിയേറ്റ് പാസ്റ്റർമാർ അങ്ങനെയാണല്ലോ, പാസ്റ്റർ ബോസ് നല്ല ആളായിരിക്കും, പക്ഷേ സെക്കൻഡ് ലെവലിലെ ലീഡർഷിപ്പിന് ഇത്തിരി പ്രശ്നങ്ങൾ കാണും. അത് വേറെ ദിവസം ഡിസ്കസ് ചെയ്യാനുള്ള ഇതാണ്. സോ ഇയാൾ തിരിച്ചു എന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് അന്ന് മുതൽ അവൾ ആ വീട്ടിലെ പണിക്കാരി അല്ലെങ്കിൽ ദാസിയായിട്ടായിരിക്കത്തില്ല, അവളെ നമാന് മോളായിട്ട് അഡോപ്റ്റ് ചെയ്ത് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് മുതൽ അവളുടെ വീട്ടിലെ ലെവല്, റെസ്പെക്റ്റ് എല്ലാം ചേഞ്ച് ആയി കഴിഞ്ഞു. അവൾ ആക്ച്വലി ഇത് അടച്ചിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ അവളുടെ മുഴുവൻ ജീവിതവും ഒരു പണിക്കാരിയായിട്ട്, പണിക്കാരി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ 8 മണിക്കൂർ പണി ചെയ്യുന്ന PF കിട്ടുന്ന പണിക്കാരൊന്നും അല്ല. അടി ബഹളം എന്ന് വെച്ചാൽ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരും. അവരെ കൊല്ലാനുള്ള അധികാരം വരെ ഓണറിനുണ്ട്. പറയുന്നത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ കൊല്ലാല, അടിയ, ആഹാരം കൊടുക്കത്തില്ല. പക്ഷെ അവിടുന്ന് മോളായിട്ട് അഡോപ്റ്റ് ചെയ്തു. അവൾക്ക് അതിൽ നിന്ന് ഡെലിവറൻസ് കിട്ടി. എങ്ങനെ? അവൾ സുവിശേഷം ഷെയർ ചെയ്തു. അവള് കർത്താവിനെ കുറിച്ചുള്ള ഇന്നത്തെ ലെവലിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലെ പാസ്റ്റർമാരും സഭകളും ആ ദൈവം ഹീൽ ചെയ്യാനുള്ള അധികാരം കൊടുത്തു വച്ചിരിക്കുന്നു വിശ്വാസികൾക്ക്. ഇവള് പറഞ്ഞ എൻ്റെ ദേശത്തൊരു ചർച്ചുണ്ട്, എൻ്റെ ദേശത്തൊരു സഭയുണ്ട്, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ, ആ സഭയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്ന് ഒരു മുക്തി കിട്ടും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഞാനിന്ന് പറയാൻ പോകുന്നു, അതിനർത്ഥം എന്തുവാന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ
നിലവിലുള്ള നിലയിൽ നിന്ന് നമുക്കൊരു ഡെലിവറൻസ് വേണം, നമുക്കൊരു വിടുതൽ വേണമെന്നുണ്ടെങ്കിൽ സുവിശേഷം ഷെയർ ചെയ്യുന്നതിൽ കൂടെ, ഇവാഞ്ചലിസം ചെയ്യുന്നതിൽ കൂടെ, സഭകളിൽ നിന്നുള്ള മെസ്സേജ് എടുത്തിട്ട് പുറത്തു പോയി സ്ട്രീറ്റ് ഇവാഞ്ചലിസം ചെയ്യുന്നതിൽ കൂടെ ആളുകളോട് യേശു കർത്താവിനെ കുറിച്ച് നിങ്ങളുടെ കുടുംബക്കാരോടും ചാർച്ചക്കാരോടും റിലേറ്റീവ്സിനോടും ഓഫീസിൽ ജോലി ചെയ്യുന്നവരോട് ഷെയർ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ഡെലിവറൻസ് കിട്ടും. അതിനാണ് ഈ ബൈബിൾ വേഴ്സുകൾ ദൈവം വച്ചിരിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലും ഓർഗനൈസേഷനിലും മെസ്സേജ് ഷെയർ ചെയ്യുക, ബോസിനോട് ഷെയർ ചെയ്യുക, താഴെയുള്ളവരോട് ഷെയർ ചെയ്യുക, ആരും അവരോട് പറയുക. അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അവർ കടത്തി കൂടെ പോകുമായിരിക്കും, സാലറി കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. അന്നേരം പറ, ഒന്ന് ചർച്ച ചെയ്യുക, ബോസെ നിങ്ങളുടെ ഇപ്പോൾ പ്രശ്നമുള്ള ബിസിനസ് കർത്താവ് അനുഗ്രഹിക്കും, കാരണം എനിക്കും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്. ആ ബോസിനെ അല്ലെങ്കിൽ താഴെ ജോലി ചെയ്യുന്നവരെ, കൂടെ ജോലി ചെയ്യുന്നവരെ ഒന്ന് ചർച്ചിലോട്ട് വിളിച്ചുകൊണ്ട് പോകും. और जो नमान था, जब भविष्यवक्ता से मिलने गया, वो खाली हाथ नहीं गया, वो बहुत सारे सोनों के साथ, कपड़ों के साथ, चांदी के साथ गया. बट भविष्यवक्ता ने बोला कि मेरे को कोई चीज नहीं चाहिए. सो नमान भी वापस आ गया. बट मेरा विश्वास है जब नमान अपने घर में वापस आया, पूरा हील होके, डिलीवर होके, छुटकारे के साथ, जो कोढ़ की बीमारी थी उसमें से वो चंगा होके जब वापस आया, मुझे लगता है कि नमान ने उस लड़की को अप्रिशिएट जरूर किया होगा, लड़की को अपने उस पोजीशन से ऊपर उठाया होगा, उसका सैलरी बढ़ाया होगा, उसके लिए बहुत कुछ कार्य किया होगा. हो सकता है जो भविष्यवक्ता के लिए सोना लेके गया, भविष्यवक्ता ने सोना नहीं लिया, उस लड़की को बोला होगा कि चल तू ये ले ले, उसको बहुत सारे आशीषों को, अनुग्रह को दिया होगा. मेरा विश्वास है, क्योंकि जब सेवक वहां काम करते हैं, आपको पता है पुराने नियम में वो सेवक नहीं थे जो 2-3 घंटे के लिए जाके काम करके झाड़ू पोंछा करके वापस आ जाते थे. वो बंदी गृह में थे. मतलब जो बॉस होता है, जो स्वामी होता है, उसको अपने दासों को वो मार भी सकता है, खत्म भी कर सकता है, उतना अधिकार उनके ऊपर था. तो वो बंदी गृह में थे वो सेवक. बट उस लड़की ने हियाब बांधकर परमेश्वर के बारे में, उस भविष्यवक्ता के बारे में बताया. नमान का कोड ठीक हो सकता है, वो बताया. वो लड़की जो है चुप भी हो सकती थी, चुपचाप रह भी सकती थी. वो लड़की ने एक रिस्क को उठाया, क्योंकि उसको पता था कि भाई मेरा जो स्वामी है वो मेरे को मार के खत्म भी कर सकता है अगर मैंने उसको ऐसा कुछ बोला. बट उसने रिस्क उठाया और उसने जाके अपनी स्वामिनी के बोला कि आप जाओ और नमान को बताओ कि वहां जाके वो भविष्यवक्ता से मिले, वो चंगा हो जाएगा. कई बार हमारे जीवन में भी ऐसी परिस्थितियां आती हैं कि हम परमेश्वर के सुसमाचार को फैलाने के लिए परमेश्वर ने बुलाया, बट हम छुप के बैठ जाते हैं, हम रिस्क नहीं उठाना चाहते. मैं हमेशा कहता हूं कि आपको परमेश्वर छुड़ाना चाहता है, बट छुड़ाने के लिए आपको सुसमाचार फैलाना है. जैसे इस लड़की ने उस हीलिंग का सुसमाचार को फैलाया, और जैसे उसने फैलाया, परमेश्वर ने उसके जीवन में अद्भुत कार्य किया. वैसे ही जब हम परमेश्वर के लिए काम करते हैं, हम सुसमाचार के लिए कार्य को करते हैं, परमेश्वर हमें छुटकारा देता है, हमें चंगा करता है. ഹല്ലേലൂയ. ഞാൻ അടുത്ത ആഴ്ച ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാ ആഴ്ച ഒരു ദിവസം 300-400 രൂപയിൽ ഞങ്ങൾ സ്ട്രീറ്റ് എവാഞ്ചലിസത്തിൽ കൂടെ ഈ ട്രാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ കർത്താവിൻ്റെ ജീസസിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചും എല്ലാം എഴുതിയിരിക്കുന്നു, മറ്റേ സ്ഥലത്ത് ചർച്ചിനെ കുറിച്ചുള്ള ഇൻവിറ്റേഷനും അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളുമാണ്. ഒരെണ്ണത്തിന് ₹1.30 ഒരു മാസം എനിക്ക് തോന്നുന്നു 15,000-നും 20,000-നും മേളിൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒത്തിരി ആളുകൾ കർത്താവിനെ അറിയുന്നു. ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെട്ടാൽ അത്രയും നല്ലത്. ഈ ചർച്ചിൽ ഇരിക്കുന്ന 700-750 പേരിൽ ഒരു 300 പേരെങ്കിലും സ്ട്രീറ്റ് ഇവാഞ്ചലിസിൽ കൂടെ വന്നവരാണ്. സോ ഞാൻ അങ്ങയുടെ കുടുംബത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, സ്ട്രീറ്റ് ഇവാഞ്ചലിസിൽ ഞങ്ങളുടെ കൂടെ പാർട്ണർ ചെയ്യുക. അങ്ങേ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിഷേകം, അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസവും മാസമാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ദിവസം അങ്ങേ കുടുംബം ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലാണെന്ന്. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും ഫോൺ ചെയ്ത്, കേരളത്തിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കും, പാസ്റ്റർ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു തരണമേ, ഏത് വേഴ്സ് എടുത്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബത്തുമായി ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രോഗശാന്തിക്കായിട്ടുള്ള 21 തിരുവെഴുത്തുകൾ. ഇതിൽ പുറയിൽ എൻ്റെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്തുകളും എങ്ങനെ പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങളുടെ സ്വന്തം ഡിക്ലറേഷൻസും എങ്ങനെ എഴുതാം, നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്ത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 21 വേഴ്സുകൾ. വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ ചെറിയ ഒരു കുറഞ്ഞ വിലയ്ക്കുമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളത് കൊറിയർ ചെയ്യാം, ലോകത്തിൻ്റെ ഏത് കോർണറിലാണെന്നുണ്ടെങ്കിലും. ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഞങ്ങളുടെ മിഷൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. സോ അഡ്രസ്സ് ഷെയർ ചെയ്യുക, തീർച്ചയായും അയക്കുന്നതായിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ,
എല്ലാവരും മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യും, നമ്മൾ യൂട്യൂബ് കേൾക്കും, യൂട്യൂബിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ വായന അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച്, ബൈബിൾ കർത്താവ് നമുക്ക് വീഡിയോ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലോട്ട് പതിയും. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത്, ഞാൻ ഒത്തിരി എൻ്റെ തന്നെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 250-300 മേലുള്ള ബുക്കുകൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലും ഒത്തിരി ബുക്കുകളുണ്ട് അടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത് വായനകളിൽ കൂടാണ്. സോ ഞാൻ എൻകറേജ് ചെയ്യുന്നു, ഇതൊരു 35-40 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്. അത് എഴുതിയത് തന്നെ ചെറുതായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോരോ വചനം എടുത്ത് ഡിക്ലറേഷൻ ചെയ്യാം. എൻ്റെ വിശ്വാസമാണ് അങ്ങേക്കും കുടുംബത്തിൽ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിരിക്കും. അതിനുവേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്കുകളെ ഞാൻ കർത്താവ് തമ്പുരാൻ്റെ കൈകളിലേക്ക് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബുക്ക് ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിനെ ഇത് വായിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അസുഖങ്ങൾ വിട്ട് മാറട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പാ, നന്ദി യേശുവേ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ചർച്ചിൻ്റെയും മിനിസ്ട്രിക്കും വേണ്ടിയിട്ടും പാർട്ണറാകുക. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. കർത്താവിൻ്റെ ഒത്തിരി വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ അനുഗ്രഹം നിറഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനകളും അങ്ങേ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ബ്ലെസ്സിങ്സ് ഓൺ യു, ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ.